നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്നുമല്ല. ഞാൻ വേണമെങ്കിൽ നമ്മുടെ കാലുപിടി മാറി നിൽക്കണം അങ്ങോട്ട്. ഇനി നീ എങ്ങനെ അപേക്ഷിച്ചാലും ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. നീ ക്രിമിനൽ ആണെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യേണ്ടത് നിയമമാണ്. അതുവരെ ചെയ്തതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നിത്യം നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട്. നീ നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അവളാണ് എന്നെ ജീവിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഇനി തിരുത്തിക്കോളാം എന്നൊരു വാക്ക് നീ എന്നോട് പറയണ്ട. നിന്നെ കൊണ്ടത് പറ്റില്ല. ഇന്ന് നേരം വെളുത്തപ്പോ തന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയത് എന്തിനാണെന്നറിയൂ? നിനക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനാ. അത്രയ്ക്ക് ഗതികെട്ടൊരമ്മയാടാ ഞാൻ. സ്വന്തം മകനെതിരെ തെളിവുകൾ കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരമ്മ. അത് ഞാൻ എന്തിനാ ചെയ്തെന്ന് നിനക്കറിയോ? നാളെ നിന്നെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നീ അതിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടാവാൻ വേണ്ടിട്ടാ. ഒരു കാര്യം നീ ഓർത്തോ, ഈ വീട്ടിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന പെണ്ണാണ് നിത്യ. അവളുടെ സങ്കടങ്ങൾ പറഞ്ഞൊരു പരാതി കൊടുത്ത അതിന്റെ തെളിവുകൾ നിയമപാലകർ എന്നോടാ ചോദിക്കുക. ഞാൻ ഒരിക്കലും നിന്നെ ന്യായീകരിക്കില്ല. കൊണ്ടുപോവാനും ശിക്ഷിക്കാനുമേ പറയൂ. അച്ഛൻ പറയുന്ന പോലെ നിന്നെ വീട്ടിൽ നിന്ന് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ നിനക്കത് പോരാ. അഴിക്കുള്ളിൽ കിടക്കണം നീ, നരകിക്കണം നീ. ജീവിതം എന്താണെന്ന് പഠിക്കണം നീ. എന്റെ പൊന്നമ്മ അങ്ങനൊന്നും ചെയ്യരുത്. ഒരവസരം കൂടി എനിക്ക് തരണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്നുമല്ല. ഞാൻ വേണമെങ്കിൽ നമ്മുടെ കാലുപിടി മാറി നിൽക്കണം അങ്ങോട്ട്. ഇനി നീ എങ്ങനെ അപേക്ഷിച്ചാലും ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. നീ ക്രിമിനൽ ആണെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യേണ്ടത് നിയമമാണ്. കണ്ടോടാ കുഞ്ഞിനെ? കണ്ടു. എന്റെ കൈ തന്നു, എന്റെ നെഞ്ചത്ത് കിടത്തി. നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ. എന്നിട്ട് ചേർത്ത് പിടിച്ചപ്പോ എന്താന്നറിയില്ല, ഈ ഭൂമിയിലെ എല്ലാ സന്തോഷവും കൂടി എന്റെയും മോളുടെയും ചുറ്റും വന്ന് നിന്നതുപോലെ. ഒരു കണക്കിന് വീണ പോയില്ല എന്ന് പറഞ്ഞത് നന്നായി. ഞാനാ അതിനവളോട് നന്ദി പറയേണ്ടത്. ഇത്രയും നേരം എന്റെ കുഞ്ഞ് എന്റെ നെഞ്ചോടൊട്ടി കിടന്നില്ലേ? ഞാൻ അവളെ ചേർത്ത് പിടിച്ചില്ലേ? അച്ഛന്റെ മോളേന്ന് ഞാൻ വിളിച്ചില്ല. എനിക്കത് മതി അമ്മാവ. ഏതവസ്ഥയിലും എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളത് നീയാ.
ഇവിടെയും നീ തന്നെയാ. ഒരു 100 ജന്മം നിനക്ക് സേവ ചെയ്താലും ഈ അമ്മാവന്റെ കടം തീരൂല. അമ്മാവനൊന്ന് ചുമ്മാ തരുന്നേ. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊന്നും പറയണ്ട. കുഞ്ഞിനെ കുറിച്ച് ഞാൻ വീണയോടൊന്ന് പറയട്ടെ. ആ, അതെന്ത് പണിയാ വീണേ? കുഞ്ഞിന് ചൂട് കൊടുക്കാൻ ഹരിയെ പോകാനായിട്ട് എന്തിനാ അനുവദിച്ചേ? ഹരിയും കുഞ്ഞുമായിട്ട് എന്താ ബന്ധം? കുഞ്ഞിനെ വീണയ്ക്ക് വേണ്ട. കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാണെന്ന് വീണ സമ്മതിച്ചിട്ടുള്ളതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, NIC-ന്ന് കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകും. ആ നേരത്ത് വാക്ക് മാറാന്ന് വീണ കരുതണ്ട. ഞാൻ വാക്ക് മാറില്ല. എങ്കില് ഹരിയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരിനി ആ കുഞ്ഞിനെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയണം. അപ്പി- എന്തൊക്കെ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? കാര്യമൊക്കെ ശരിയാ. വീണയെ കാണാൻ നിങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇവിടെ വന്ന് കൂട്ടിയിരുന്നതും വലിയ കാര്യം തന്നെയാ. എന്ന് കരുതി ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് അഭിപ്രായം പറഞ്ഞോണ്ടല്ലോ. അഭിപ്രായം പറയുന്നുണ്ടെങ്കിലേ അതിനുള്ള അവകാശം ഞങ്ങൾക്കുള്ളതുകൊണ്ടാ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണയോട് ചോദിച്ചു നോക്ക്. എന്തിനാ വീണയോട് മാത്രം ആക്കുന്നേ? ഹരിക്കും അറിയാലോ കാര്യങ്ങള്. എനിക്കെന്തറിയാന്നാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളൊന്ന് തെളിച്ചു പറ. വീണ എന്താ സംസാരിക്കാത്തെ? ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ തന്ന പണത്തിന്റെ കണക്ക് മുഴുവൻ ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. വീണ തന്ന സമ്മതപത്രവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പി- അത് ഇവരെല്ലാം ബോധ്യപ്പെടുത്തണം. ഹരി, ചോദിച്ചതിൽ കൂടുതലേ ഞങ്ങൾ തന്നിട്ടുള്ളൂ, കുറച്ചിട്ടില്ല. അത് മറക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ എന്ത് കച്ചവടം ഇവളുമായിട്ട് നടത്തിയിട്ടുള്ളത്? എന്റെ കുഞ്ഞിനെ ഞാൻ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.